കൂട്ടുകാരി സ്നേഹക്കോട്ടെ പുത്തൻ പ്രമോയിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. നമ്മുടെ അച്ചു നമ്മുടെ ശ്രീഹരിയെ വിളിക്കുന്നുണ്ട്, ഫോണിൽ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ അച്ചു പറയുന്നുണ്ട്, എനിക്ക് ശ്രീഹരി നല്ലൊരു കൂട്ടായിരുന്നു, എനിക്ക് എന്തും തുറന്നു പറയാൻ സ്വാതന്ത്ര്യമുള്ള ഒരാളായിരുന്നു, എനിക്കാണ് ശരിക്കും നഷ്ടം എന്നൊക്കെ പറയുന്നുണ്ട് നമ്മുടെ ശ്രീഹരിയുടെ അടുത്ത്. എന്നിട്ട് നമ്മുടെ അച്ചു ഇങ്ങനെ സമാധാനിപ്പിക്കുന്നുണ്ട്, എല്ലാം ശരിയാകും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ ശ്രീഹരി ശരിയായ കൊള്ളാം എന്നൊക്കെ പറഞ്ഞ് ഇവർ ഭയങ്കര സൗഹൃദമായിട്ടുള്ള ഒരു സംഭാഷണം കേട്ടോ ഫോണിൽ. ഈ ഒരു സമയത്താണ് നമ്മുടെ നിഖിൽ അച്ചുവിനെ വിളിക്കുന്നു കേട്ടോ. അപ്പൊ അച്ചുവിനെ വിളിക്കുമ്പോൾ നമ്മുടെ ആദ്യം വെയിറ്റിംഗ് ആണ് കാണിക്കുന്നത്. അപ്പം നമ്മുടെ നിഖിൽ പിന്നീട് നമ്മുടെ അച്ചു ഫോൺ എടുക്കുമ്പോൾ നമ്മുടെ നിഖിൽ പറയുന്നുണ്ട്, ആരെയാ വിളിച്ചത്, കോൾ വെയിറ്റിംഗ് ആണെന്നല്ലോ, ഫ്രണ്ട് ഏത് ഫ്രണ്ട്, ഗേളാണോ ബോയ് ആണോ എന്നൊക്കെ ചോദിച്ചിങ്ങനെ ഭയങ്കര സംശയപരമായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻസ് ആട്ടോ. അപ്പം നമ്മുടെ അച്ചുവിന് എന്തോ പന്തികേട് തോന്നുന്നുണ്ട്, ഇത് ഈ ഒരു ബന്ധം ശരിയായിട്ടുള്ള ഒരു ബന്ധമല്ലല്ലോ, എന്താ നിഖിൽ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ അച്ചു പറയുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ സേതുവും നമ്മുടെ പല്ലവിയും തമ്മിലുള്ള ഒരു രംഗം കേട്ടോ. അപ്പോൾ നമ്മുടെ സേതു ഇങ്ങനെ പറയുന്ന ഒരു രംഗമാണ്, താടിയും ജുബയും മാത്രമല്ല എനിക്ക് ഉള്ളിലൊരു മനസ്സുമുണ്ട് ഒക്കെ എന്നറിഞ്ഞാൽ കൊള്ളാം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ പല്ലവിയോട് പറയുമ്പോൾ നമ്മുടെ പല്ലവി പുഞ്ചിരിക്കുന്നൊരു രംഗവുമായിട്ട് നമുക്ക് പ്രൊമോയ്ക്ക് ഒടുവിൽ കാണുവാൻ സാധിക്കുന്നത്. എന്തായാലും നമ്മുടെ നിഖിലിൻ്റെ ഒരു സ്വഭാവം നമ്മുടെ അച്ചു തന്നെ തിരിച്ചറിഞ്ഞ് ഈ ഒരു കല്യാണത്തിൽ നിന്ന് പിന്മാറാൻ തന്നെ ആയിരിക്കോട്ടെ സാധ്യത. ഇപ്പുറത്താണെങ്കിൽ നമ്മുടെ സേതു അവർ മനസ്സ് തുറക്കാൻ ഇങ്ങനെ തയ്യാറായി നിൽക്കുക, തൻ്റെ ഇഷ്ടം പ്രകടിപ്പിക്കാൻ വേണ്ടി അല്ലേ. അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.